ഇന്ന് വെയിലൊക്കെ ഉണ്ട് കേട്ടോ. സോളാർ വെച്ച് നന്നായി. നമ്മൾ ഇന്നലെ പണിക്കാർ വന്നിരുന്നു കേട്ടോ. അപ്പോൾ ടയർ ഇങ്ങനെ നിർത്തിയിട്ടിരുന്ന് കുറെ ആൾക്കാർ കമന്റ് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ കോമഡി എന്താ വെച്ചാൽ, എനിക്ക് ഈ കാറിലൊക്കെ കയറണമെങ്കിൽ ഡോറ് തുറക്കണം. പക്ഷെ ഡോറ് തുറക്കാൻ കഴിയൂല. ഇന്നലെ പണിക്കാർ വന്നപ്പോൾ അവർക്ക് സാധനം വെക്കാൻ വേണ്ടി കുറച്ച് സ്പേസ് കിട്ടുമായിരുന്നു കേസ്. ഇനിയിപ്പോൾ അപ്പുറത്ത് കൂടെ ചാടി കയറാം. ഫസ്റ്റ് നമുക്കിത് ഇങ്ങനെ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ സാധനങ്ങളൊക്കെ താവട്ടോ. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ അല്ല, ഇതും പൊങ്ങുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചാടിയിട്ട് വേണമെങ്കിലും നമുക്ക് കയറാം. പക്ഷെ വേണ്ട, നമുക്ക് ഡോറൊന്ന് തുറക്കാം. ഗൈസ്, ഒരു മൊത്തൊരു പൂപ്പല് കാറിൽ നോക്കിയാ. ഇതെന്ത് തേങ്ങ എന്നറിയില്ല കേട്ടോ. ബാക്ക് സീറ്റിലൊക്കെ ഉണ്ട് പൂപ്പല്. എന്ത് പറ്റിയെന്ന് അറിയില്ല. ഒന്ന് കാർ വാഷിന് കൊടുക്കേണ്ടി വരും കേട്ടോ. കണ്ട് ഡോഡിൻ്റെ കാറിൻ്റെ സീക്രട്ട് കണ്ട് പെട്രോൾ അടിക്കാൻ വേണ്ടിയാണ് കേസ്, വേറെ ഒന്നില്ല. സ്റ്റാർട്ടാക്കി വെക്കാം. സ്റ്റാർട്ടൊക്കെ ആവുന്നുണ്ട്. സെറ്റാ. ഓക്കേ. ഹലോ. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കമന്റ് സെക്ഷനിൽ ചോദിച്ചും കൊണ്ടേ ഇരിക്കുന്ന ഒരേ ഒരു സാധനമാണ്, ഡ്യൂഡി എവിടെ പോയി, ഡ്യൂഡിനെ കാണാനില്ലല്ലോ, ഡ്യൂഡി വീഡിയോയിൽ മിണ്ടുന്നില്ലല്ലോ. അതിനുള്ള ഉത്തരം ഞാനിന്ന് തരാം. ഇന്ന് കുഞ്ഞു മുകളിലുണ്ട്. അവൾ ഭൂലോകം അടിച്ചാണ്. ഓക്കെ, അവൾ സ്വന്തം ചാനൽ തുടങ്ങിയിട്ട് പോലും വീഡിയോ ഇടുന്നില്ല. ഇതൊക്കെ അത്രക്കും പഠിച്ചാണ്. അപ്പോൾ ഇന്ന് നമ്മളവളെ പൊക്കിയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇന്ന് നിങ്ങൾക്ക് എല്ലാത്തിനുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ടുഡേയ്സ് വീഡിയോയിൽ തരും. ഓക്കെ, സോ ആ ക്വസ്റ്റ്യൻ ഇനി വേണ്ട. ഇന്നത്തെ വീഡിയോ കണ്ട നിങ്ങൾക്ക് എന്താണ് റീസൺ, എന്താണ് ഇഷ്യൂ എന്നൊക്കെ മനസ്സിലാവും. ഓക്കെ, നമുക്ക് അവളെ റൂമിലേക്ക് പോവാം. ഓക്കെ, പിന്നെ ഇതാക്കണം, ഇവിടെ കുറേ വാർണിംഗ് ലൈറ്റ്സ് കാണാം. ഒരു മിനിറ്റ് ഒന്നൊരു ഓൺ ആക്കട്ടെ. ഇനി കണ്ടേ, ഇഷ്ടം പോലെ വാർണിംഗ് ലൈറ്റ്സ്. സോ സോളാറിൻ്റെ പണി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും മിനി കൊണ്ടുപോയി ഒന്ന് കൊടുക്കും ഗൈസ്. കാരണം അത്രക്കും ലൈറ്റ്സ് ഇവിടെ കത്തുന്നുണ്ട്. ഈ മിനിന്റെ വാർണിംഗ് ലൈറ്റ്സ് കത്തുമ്പോൾ കയറി ചില ആൾക്കാരെ സ്റ്റോറി ഇടുമ്പോൾ ഒരു ബ്രോ സീനാണ്. പക്ഷെ ആക്ച്വലി ഇതിന്റെ സെൻസേഴ്സ് ചെറുതായിട്ട് കംപ്ലൈന്റ്. അതായത് നമ്മൾ മഴയത്തൂടെ നമ്മൾ സ്പീഡിൽ പോകുമ്പോൾ വെള്ളം അടിച്ച് കയറില്ല വണ്ടിയിലേക്ക്, നിലത്തുള്ള വെള്ളം റോട്ടിലത്തെ. അങ്ങനെ ഒന്ന് രണ്ട് സെൻസർ ബാക്കെത്തത് ഇഷ്യൂ ആയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതെന്തായാലും നമുക്ക് നല്ലൊരു വർക്ക്ഷോപ്പ് കൊണ്ടുകൊടുത്ത് റെഡിയാക്കണം. ടൈമില്ലാത്ത ഇഷ്യൂ ആണ് കേസ്. കുറേ കാലം ഇങ്ങനെ കത്തുന്നത്. സോളാറിൻ്റെ പണി കഴിഞ്ഞാൽ അടുത്ത നമ്മളെ വണ്ടിൻ്റെ പണി. യാ, ഓക്കെ, we are going to rooms. ഞാനിന്ന് കുഞ്ഞുവിൻ്റെ കള്ളത്തരങ്ങൾ പൊളിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പം ഇവിടെ ചോട്ട ഇൻഫ്ലുവൻസറിൻ്റെ ഷൂട്ടിംഗ് ആണ് ഗൈസ്. ചോട്ട ഇൻഫ്ലുവർ എന്ന് കഴിയോ, നമുക്ക് ഓളെ പൊക്കട്ടെ എൽഫി. ഇവിടെ ചോട്ട ഇൻഫ്ലുവൻസർ ഇതാക്കണ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ബേണായി പോയിട്ട് ലൈറ്റൊക്കെ വെച്ച് ഇതാക്കണ. ഇതിനുള്ളിൽ ഒന്ന് തിരിഞ്ഞാൽ നോക്കട്ടെ. ഓ ഓ ഓ ഓ എനിക്ക് വയ്യ. ചോട്ട ഇൻഫ്ലുവൻസറിന്റെ ഒരു ലുക്ക്. കളിയാക്കണല്ല. ഞാൻ നല്ലത് പറയല്ലേ. എന്താ ചെയ്യാൻ പോണ? ലിപ്സ്റ്റിക് ഇടാനാ? ഒരു ലിപ്സ്റ്റിക് ഇടാൻ ഇത്രയും വലിയ സെറ്റപ്പുകളോ പഠിച്ചോനെ? ഇത്ര വലിയ സെറ്റപ്പ് വേണോ? എന്താ വേണ്ടെന്നൊക്കെ നാണോ നിനക്ക്? ഞാനൊരു പ്രിപ്പയർ ചെയ്ത് മൈൻഡ് വെച്ചാണ്. ഓക്കെ, നടക്കട്ടെ. ഈ ചോട്ട ഇൻഫ്ലുവൻസർ പരിപാടി കഴിഞ്ഞിട്ട് നമുക്കിന്ന് പൊക്കണം. ഓള് റൂമിലുണ്ട്. ഓക്കെ, സെറ്റല്ലേ? സോ ലെറ്റ്സ് ഡു ദി പ്ലാൻ. അടിച്ചത് എന്തിനാ അടിക്കുന്നേ? ഞാനിതൊക്കെ ആരോട് പറയണം? ബാ, come on. You sit there. ലൈറ്റ് ഒക്കെ അല്ലേ? അങ്ങോട്ട് നീങ്ങിയിരിക്കടി. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന വീഡിയോ ഇല്ല, സ്വന്തം ചാനൽ തുടങ്ങിയിട്ടും വീഡിയോ ഇല്ല, എൻ്റെ ചാനലിലും വീഡിയോ ഇല്ല, എവിടെ പോയി ഇവള് സംസാരിക്കില്ല എന്നൊക്കെയാണ് ചോദിക്കുന്നത്. വാ തുറക്കടി. കണ്ടില്ലേ? വാ തുറന്നെങ്കിൽ കാണാം. വാൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. പുണ്ണോ അൾസറോ എന്താ ടൊബാക്കോ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളോ ഒന്നുമില്ല. അല്ല ചിലരറിയ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും. സോ എന്താണ് എൻ്റെ പ്രശ്നം? പറ. കുറച്ച് ടൈം എടുത്താലും പ്രശ്നം അറിഞ്ഞിട്ട് നമ്മൾ എന്താണ് എന്റെ പ്രശ്നം? ഞാനാ പറയണേ. എന്താണ് പ്രശ്നം? അറി അൽഫി വല്ല വടി വല്ലതും കിട്ടും. കണ്ടില്ലേ? കുപ്പി, വെള്ളമില്ലാത്ത കുപ്പി. ബാഗിൽ എന്തൊക്കെ നോക്കട്ടെ. എന്താ സാധനങ്ങൾ എന്ന് പറയുന്നത്? എല്ലാം പറ.
പറ പറയടി എന്താണ് വീഡിയോ ചെയ്യാത്ത നീ ക്യാമറ ഉണ്ട് വീഡിയോ നീ സാവധാനം പറഞ്ഞോ എന്താ വീഡിയോ ചെയ്യാത്തന്നെ പറഞ്ഞോ പറ തിരക്കാണോ ബിസിയാണോ ടൈം ഇല്ലേ അല്ലെങ്കിൽ എന്നാണ് വീഡിയോ ചെയ്യാന്ന് പറ എന്റെ ചാനലില് പറയടി എന്റെ ചാനൽ ഞാൻ എന്റെ ചാനൽ പറഞ്ഞോളാം അല്ല നീ ഇപ്പം പറ അമ്മക്ക് വിളിക്കുന്നതാ പറ എന്താണ് വീഡിയോ ചെയ്യാത്തെന്ന് പറ ഷോർട്സ് എങ്കിലും ചെയ്യല്ലേ ഇൻസ്റ്റാഗ്രാമിലെങ്കിലും വീഡിയോ ഇടാലോ അല്ലെ ഇപ്പൊ കോളേജ് പൂട്ടിട്ട് എത്ര ദിവസമായി 2 മാസം ആവാനായില്ലേ 2 മാസോ 3 മാസം മാർച്ച് കഴിഞ്ഞില്ലേ മാർച്ചിൽ കഴിഞ്ഞതാ എന്തുകൊണ്ട് ഇതുവരെ വീഡിയോ ഇട്ടില്ല ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ അതെ 3 നമുക്ക് എന്തായാലും ഐഡിയ ഉണ്ട് അവളെന്താ വീഡിയോ ഇടാത്തെന്ന് മടി മടി ആണോ അതോ സൗകര്യം കൂടി പോയതെന്താണോ പറ നീ വിറക്കണെന്താ പറയടി സത്യാവസ്ഥ പറ അന്ന ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും തല്ലിയ പട്ടി പറ നീ എന്തൊന്നും മിണ്ടാത്ത കണ്ടില്ല ഇവള് ഈ വീഡിയോയിൽ മിണ്ടുന്നില്ല കാര്യം പറ എന്താണ് ഇഷ്യൂ എന്ന് വെച്ചാ പറ എന്താ വീഡിയോ ചെയ്യാത്ത തിരക്കാണെങ്കിൽ തിരക്കാന്ന് പറ തിരക്കാണെങ്കിൽ തിരക്കാണെന്ന് പറ പറയടി എന്തേ ഇടയില് സൂസ് ചെയ്യാൻ പോണ പറ ഫുഡ് കഴിക്കണത് ഓക്കെ എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നില്ല എന്ന് പറ കാരണം നമ്മളെ ചാനൽ കുറെ ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ട് കുഞ്ഞു വീഡിയോസ് പുതിയ ചാനലും വീഡിയോ ഇടുന്നില്ല പഴയ ചാനലും ഇടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്യൂസ് അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്നാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാന്ന് പറയും എന്റെ ചാനലിലെ പറയും ഇപ്പൊ ഇവൾക്ക് അപ്പൊ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണം ഓക്കെ ഈ പോകുന്ന സ്ഥലത്തില് വീഡിയോ എടുത്തിട്ടൂടെ എനിക്ക് ഈ പോകുന്ന സ്ഥലത്തില് അല്ല ഈ പോകുന്ന സ്ഥലത്തില് വീഡിയോ എടുത്തിട്ടൂടെ എന്ത് ഇങ്ങനൊക്കെ സംസാരിക്കുന്ന ഇന്റെ ഇഷ്ടല്ലേ പല്ലൊന്നും ഇങ്ങോട്ടായിനല്ലോ ആരും ഇടിച്ചോ പല്ലൊന്ന് താഴോട്ട് ഇതായിനല്ലോ എന്തെങ്കിലും ആരെങ്കിലും തല്ലിണെങ്കിൽ പറ ഞാൻ എന്റെ കൂടെ ചോദിക്കാനേ പറഞ്ഞിട്ട് കാര്യമില്ല ദിസ് ഈസ് ദ ഇഷ്യൂ ഹിയർ അപ്പോൾ അത് നിങ്ങളൊന്ന് ബോധിപ്പിക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ ആ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാൻ പോണ കയ്യോടെ പൊക്കി കണ്ടില്ലേ കയ്യോടെ പൊക്കി ഇതിനാണ് കയ്യോടെ പൊക്കി എന്ന് പറയുന്നത് കമ്പ്യൂട്ടറൊക്കെ എടുത്തേക്കൂ എനിക്ക് ട്രൈ ചെയ്യാനുള്ളത് തന്നെ ഓക്കെ വാ ഫുഡ് കഴിക്കാം വാ anyway ഞാൻ ഫുഡ് കഴിക്കായിരുന്നു നല്ല ചിക്കൻ കറി അൽഫിൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറി ആൻഡ് സ്പെഷ്യൽ ചിക്കൻ ലെഗ് റൈസ് കടക്കണ കടപ്പ് കണ്ടോ അതും നമ്മളെ ഫ്രണ്ട്സ് സീരീസും വാച്ച് ചെയ്തിട്ട് ഫുഡ് കഴിക്കും പിന്നെ ഒരു കോഴിമുട്ട ഉണ്ട് കേട്ടോ ഇത് അൽഫിക്കാണ് അവൾ കോഴിമുട്ട കഴിക്കും